ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ടൈഗർ ബാർബ് ഫിഷുകളുടേതാണ്. ടൈഗർ ബാർബ് ഫിഷുകളുടെ പെയറിന് ഏകദേശം 40 രൂപയാണ് വില വരുന്നത്. അതേപോലെ തന്നെ ഏകദേശം 4 പെയർ ടൈഗർ ബാർബ് ഫിഷുകളെയാണ് നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് സാധാരണയായി ഇവർ കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അക്വേറിയങ്ങളിലൊക്കെ വളർത്തേണ്ട ഒരു ഫിഷാണ് ടൈഗർ ബാർബ് ഫിഷുകൾ എന്ന് പറയുന്നത്. ഇവരുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ജലസസ്യങ്ങൾ, ചെറിയ മീനുകൾ, വിരകൾ, ചെമ്മീനുകൾ എന്നിവയൊക്കെയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ശരീരത്തിന് കുറുകെ വന്നിട്ടുള്ള കറുത്ത വരകളാണ്. ടൈഗർ ബാർബ് എന്നത് ഒരു ഇംഗ്ലീഷ് പൊതുനാമമാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു ഫുൾ ഫോം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഇല്ല. എന്നിരുന്നാലും മലയാളത്തിൽ ഈ മത്സ്യങ്ങളെ സാധാരണയായി ടൈഗർ ബാർബ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ശരീരത്തിലുള്ള കടുവയുടേതിനോട് സമാനമായ കറുത്ത വരകൾ ഉള്ളതിനാലാണ് ഇതിന് ടൈഗർ ബാർബ് എന്ന പേര് ലഭിച്ചത്. ഇവർ സൈപ്രിനിഡേ കുടുംബത്തിൽപ്പെട്ടതാണ്. സൈപ്രിനിഡേ കുടുംബം എന്ന് പറയുമ്പോൾ കാർപ്പ് ഫാമിലിയിൽപ്പെട്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യ കുടുംബങ്ങളിൽ ഒന്നാണിത്. കിരണങ്ങൾ തട്ടുന്ന ചിറകുകൾ, വായിൽ മീശാരോമങ്ങൾ എന്നിവയൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ്. വായുടെ ഭാഗത്ത് വരുന്ന മീശാരോമങ്ങൾ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ ഇത് കാണാനായി സാധിക്കുകയുള്ളൂ. പിന്നെ ഇവരുടെ സ്വദേശം എന്ന് പറയുന്നത് ഇന്തോനേഷ്യ, സുമാത്ര, ബോർണിയോ തുടങ്ങിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളാണ്. ടൈഗർ ബാർബ് എന്നത് അക്വേറിയങ്ങളിൽ വളർത്താൻ എളുപ്പമുള്ളതും വളരെ വേഗത്തിൽ നീന്തുകയും കൂട്ടമായി കാണാൻ ഭംഗിയുള്ളവയുമാണ്. എന്നാൽ ഇവയ്ക്ക് ആക്രമണ സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് നീളമുള്ള ചിറകുകളുള്ള മത്സ്യങ്ങളെ ഇവ കടിച്ചു മുറിവേൽപ്പിച്ചേക്കാം. അതിനാൽ കമ്മ്യൂണിറ്റി അക്വേറിയത്തിൽ ഇവയെ സൂക്ഷിക്കുന്നത് അത്ര നല്ലതല്ല. ഇവയെ പരിപാലിക്കാൻ വളരെ എളുപ്പമാണ്. 6ൽ കൂടുതൽ എണ്ണം ഒരുമിച്ച് വളർത്തുമ്പോൾ ഇവയുടെ സ്വഭാവം മെച്ചപ്പെടും. അതുപോലെ തന്നെ ശരിയായി പരിപാലിക്കുകയാണെങ്കിൽ ഏകദേശം 5 മുതൽ 7 വർഷം വരെ ഇവ ജീവിക്കും. ടൈഗർ ബാർബ് അഥവാ കടുവ ബാർബ് എന്നത് ഒരു സാധാരണ അക്വേറിയ മത്സ്യമാണ്. ഇതിന് മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലും കറുത്ത വരകളും ഉണ്ടാകും. ഇവ കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ മറ്റു മത്സ്യങ്ങളുടെ ചിറകുകൾ കടിക്കുന്ന സ്വഭാവമുള്ളതിനാൽ ശ്രദ്ധിക്കണം. ഇതിനെ വളർത്താൻ എളുപ്പമാണ്, എന്നാൽ കൂട്ടമായി വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ടൈഗർ ബാർബുകളുടെ പ്രധാന ഇനങ്ങൾ വർണ്ണങ്ങളിലും നീളമുള്ള ചിറകുകളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവയെ പലപ്പോഴും അക്വേറിയങ്ങളിൽ കാണാറുണ്ട്. സാധാരണയായി കാണപ്പെടാറുള്ള ടൈഗർ ബാർബുകൾ ഗ്രീൻ ടൈഗർ, ആൽബിനോ, ഗോൾഡ്, ലോങ് ഫിങ്ഡ് ടൈഗർ ബാർബുകൾ എന്നിവയൊക്കെയാണ്. ഇതിനു പുറമെ ക്ലാസിക് ബാർബ് രൂപവും മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറങ്ങളിലും വരകളുള്ളവയുമൊക്കെയാണ്. തിളക്കമുള്ള പച്ച നിറത്തിലുള്ള ഒരു വേരിയന്റ് ഉണ്ട്. ഇത് കൃത്രിമമായി വികസിപ്പിച്ചെടുത്തതാണ്. ഇനി ടൈഗർ ബാർബ് മത്സ്യങ്ങളുടെ പ്രജനന രീതിയെക്കുറിച്ചാണ് പറയാനായി പോകുന്നത്. ഇവർ മുട്ടയിടുന്ന വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ്. ഒരു പെൺമത്സ്യം സാധാരണയായി 300 മുതൽ 500 മുട്ടകൾ വരെ ഇടുന്നു. അതുപോലെ തന്നെ ടൈഗർ ബാർബ് ഫിഷുകൾക്ക് മുട്ടകൾ ഭക്ഷണമാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിനാൽ മുട്ടകൾ സംരക്ഷിക്കാൻ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. ഇവ സാധാരണയായി ചെടികളിലോ മാർബിളുകൾക്ക് മുകളിലോ ആണ് മുട്ടകൾ നിക്ഷേപിക്കുന്നത്. മുട്ടയിട്ട് ഉടൻ മുതിർന്ന മത്സ്യങ്ങളെ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഇനി ടൈഗർ ബാർബ് ഫിഷുകളുടെ ആൺപെൺ മത്സ്യങ്ങളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ ഇവയുടെ നിറം, വലിപ്പം, ശരീരത്തിന്റെ ആകൃതി എന്നിവയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പെൺമത്സ്യങ്ങൾക്ക് പൊതുവെ തടിച്ച വയറും മങ്ങിയ നിറവുമാണ്. എന്നാൽ ആൺമത്സ്യങ്ങൾക്ക് കൂടുതൽ തിളക്കമുള്ള ചുവന്ന മൂക്കും വ്യക്തമായ കറുത്ത വരകളുള്ള ഡോർസൽ ഫിന്നും ഉണ്ടാകും. പ്രജനന സമയത്ത് പെൺമത്സ്യങ്ങൾ മുട്ട നിറഞ്ഞ് വയറ് വീർത്ത് കാണപ്പെടും. ടൈഗർ ബാർബ് ഫിഷുകൾ ഏകദേശം 7 മുതൽ 10 സെന്റിമീറ്റർ നീളത്തിലും 3 മുതൽ 4 സെന്റിമീറ്റർ വീതിയിലും വളരും. എന്നാൽ അക്വേറിയങ്ങളിൽ ഇട്ട് സൂക്ഷിക്കുമ്പോൾ ഇവ പലപ്പോഴും ചെറുതായി കാണപ്പെടും. അതേപോലെ തന്നെ ടൈഗർ ബാർബ് ഫിഷുകൾക്ക് അനുയോജ്യമായ ജലതാപനില എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇനി ഇവരുടെ ജലത്തിന്റെ pH നില, അതായത് ജലത്തിന്റെ അമ്ലക്ഷാര നില എന്ന് പറയുന്നത് 6.0-നും 8.0-നും ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ ഇവരുടെ ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഏഞ്ചൽസ്, ടെട്രാസിനെയൊക്കെ പോലെ പരന്ന ഒരു ശരീരഘടനയാണ് ഇവർക്ക് വന്നിട്ടുള്ളത്. ഇനി ഇവരെ കുറിച്ചിട്ടുള്ള മറ്റു പ്രധാന വിവരങ്ങളാണ് പറയാനായി പോകുന്നത്. ടൈഗർ ബാർബ് ഫിഷുകൾ ഒരു ഗ്രൂപ്പായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മത്സ്യങ്ങളാണ്. അതിനാൽ കുറഞ്ഞത് 6 എണ്ണത്തെയെങ്കിലും ഒരുമിച്ച് വളർത്താൻ ശ്രദ്ധിക്കുക. ഒറ്റയ്ക്കിട്ടാൽ ഇവ ആക്രമണാസക്തരാകാൻ സാധ്യതയുണ്ട്. ഇവയ്ക്ക് നീന്തി നടക്കാൻ ധാരാളം സ്ഥലം ആവശ്യമാണ്. അതിനാൽ കുറഞ്ഞത് 20 ഗാലൺ, അതായത് ഏകദേശം 75 ലിറ്റർ ശേഷിയുള്ള ഒരു ടാങ്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഇവരുടെ ബെസ്റ്റ് കൂട്ടുകാർ അല്ലെങ്കിൽ ഇവരുടെ ടാങ്ക് മേറ്റ്സ് എന്ന് പറയുന്നത് ഇവരെ പോലെ വേഗതയുള്ളതും ധൈര്യമുള്ളതുമായ മത്സ്യങ്ങളെ വേണം ഇവരുടെ കൂടെ ഇടാനായി. കാരണം ടൈഗർ ബാർബുകൾക്ക് ഫിൻ നിപ്പർ സ്വഭാവമുള്ളതിനാൽ മറ്റു മത്സ്യങ്ങളെ ഇവ ഉപദ്രവിക്കും. അതിനാൽ ഇവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ടാങ്ക് മേറ്റ്സ് എന്ന് പറയുന്നത് ഇവരുടെ കൂടെ മറ്റ് ബാർബ് ഇനങ്ങളെ ഇടുന്നത്
നല്ല ഒരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ സീബ്ര ഡാനിയസ് ഇവരുമായി നന്നായി ഇണങ്ങുന്ന ഫിഷുകളാണ്. അതേപോലെ തന്നെ ടെട്രാ ഫിഷുകളെയും ഇവരുടെ കൂടെ വളർത്താനായി സാധിക്കും. പിന്നെ പ്ലാറ്റികൾ, സോറ്റെയിലുകൾ എന്നിവയെ ഇവരുടെ കൂടെ പരിഗണിക്കാം. അതേപോലെ തന്നെ ടൈഗർ ബാർബ് ഫിഷുകൾ മിശ്ര ഫുക്കുകളാണ്. ഇവ ഫ്ലേക്കുകൾ, പെല്ലറ്റുകൾ, ബ്ലഡ് വേംസ് എന്നിവ ആഹാരമാക്കാറുണ്ട്. അതുപോലെ തന്നെ തുടക്കക്കാരായിട്ടുള്ള അക്യൂറിസ്റ്റുകൾക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷാണ് ടൈഗർ ബാർബ് ഫിഷുകൾ. കാരണം ഇത് വളരെ പെട്ടെന്ന് ചത്തുപോകുന്ന ഒരു മത്സ്യമല്ല. എന്തായാലും ടൈഗർ ബാർബ് ഫിഷുകളെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം മറ്റൊരു ഫിഷിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.